മഹാരാഷ്ട്രയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി തരംഗം 29-ൽ 26 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും ബി.ജെ.പി സഖ്യം. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ കാവി തരംഗം 100 കടന്ന് മഹായുതി ലീഡ് ചെയ്യുന്നു. ഉദ്ധവ് ശിവസേന കോട്ടകൾ തകർന്നടിഞ്ഞതോടെ ആഘോഷം ആരംഭിച്ചിരിക്കുകയാണ് ബി.ജെ.പി ക്യാമ്പ്. താക്കറെയുടെ കുടുംബാധിപത്യത്തിന് കനത്ത തിരിച്ചടി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ മഹാരാഷ്ട്രയിൽ മഹായുതിയുടെ അശ്വമേധം തുടരുകയാണ്. ഇത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ തുടക്കം മുതൽ, അതായത് ഈ ഫലപ്രഖ്യാപനത്തിൻ്റെ തുടക്കം മുതൽ തന്നെ വ്യക്തമായ ലീഡുമായി ബി.ജെ.പി സഖ്യം മുന്നോട്ട് നീങ്ങുകയാണ്. മാത്രമല്ല 25 വർഷം കൈവെള്ളയിൽ കൊണ്ടു നടന്ന ഒരു സാമ്രാജ്യം താക്കറെ സഹോദരന്മാരുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. എന്തായാലും ബി.ജെ.പി ക്യാമ്പുകളിൽ വൻ ആവേശം ആണ്. ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ശ്രീകാന്ത്, ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാം. അനിൽ നമ്പ്യാർ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം, വാശിയേറിയ മത്സരം നടന്ന ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി.ജെ.പി സഖ്യം കേവല ഭൂരിപക്ഷം നേടി എന്നുള്ളതാണ്. നമ്മുടെ പ്രേക്ഷകർക്ക്, ജനം TV പ്രേക്ഷകർക്ക്, ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സമയം ഈ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയായിരിക്കും. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ 25 വർഷത്തിന് ശേഷം ശിവസേനയില്ലാതെ ഭരിക്കാൻ പോകുന്നു ബി.ജെ.പി സഖ്യം. ശിവസേനയില്ലാത്ത ഒരു ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇതാ ഉണ്ടാകാൻ പോകുന്നു. അത് ബി.ജെ.പി സഖ്യം ഭരിക്കാൻ പോകുന്നു. 119 സീറ്റുമായി ഇപ്പോൾ 227 സീറ്റുകളുള്ള ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷം പിന്നിട്ടിരിക്കുന്നു. 114 വേണ്ടിടത്ത് ഇപ്പോൾ 119 സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു ബി.ജെ.പി സഖ്യം. അതായത് കേവല ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. 212 സീറ്റുകളിൽ വോട്ടെണ്ണൽ ഏകദേശം പൂർത്തിയായി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. അപ്പോഴാണ് ഈ കേവല ഭൂരിപക്ഷം കടന്നത്. സ്വസ്ഥമായി സുഖമായി സഖ്യത്തിന് BMC ഭരിക്കാം. 75,000 കോടി രൂപയുടെ ബജറ്റുള്ള ഈ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ 25 വർഷത്തിന് ശേഷം താക്കറെ കുടുംബത്തെ തകർത്ത് ബി.ജെ.പി നേടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ദേശീയതയിൽ നിന്നും, ഹിന്ദുത്വത്തിൽ നിന്നും, വികസനത്തിൽ നിന്നും അകന്നുപോയ താക്കറെ കുടുംബത്തിന് ഇതിലും വലിയ തിരിച്ചടി മറാഠ ജനത നൽകാനില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ദേവേന്ദ്ര ഫട്നാവിസിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചില്ല. BMC ബി.ജെ.പി സഖ്യം പിടിച്ചു 119 സീറ്റ്. ഇതാ അനിൽ നമ്പ്യാർ, അത് 122 സീറ്റ് എന്ന രീതിയിലേക്ക് ഉയർന്നിരിക്കുന്നു. ഇനിയൊരു തിരിച്ചുപോക്കില്ല അനിൽ നമ്പ്യാർ. 122 സീറ്റ്, അതായത് മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നു ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി.ജെ.പി സഖ്യം എന്ന് പറയേണ്ടി വരും. വെറും 70 സീറ്റുകളിലേക്ക് ഈ ശിവസേന സഖ്യം ഒതുങ്ങുന്നു. എക്സിറ്റ് പോളുകൾ അക്ഷരാർത്ഥത്തിൽ അടിവരയിട്ട് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഫലങ്ങൾ അനിൽ നമ്പ്യാർ. ഇനി മറ്റിടങ്ങളിലേക്ക് പോയാൽ നവി മുംബൈയിൽ ബി.ജെ.പി 22 സീറ്റിലും ശിവസേന ഷിൻഡെ വിഭാഗം 25 സീറ്റിലും ഇപ്പോൾ മുന്നേറുന്നു. മറ്റൊരാൾക്ക് പോലും അവിടെ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട കാര്യം. 106 സീറ്റിൽ നാഗ്പൂരിൽ ബി.ജെ.പി മുന്നേറുന്നു. അതോടൊപ്പം പൂനെയിൽ 90 സീറ്റിൽ മുന്നേറുന്നു. നാഷിക്കിലും അതോടൊപ്പം താനെയിലുമടക്കം ബി.ജെ.പിയുടെ മുന്നേറ്റം. കല്യാൺ ഡോംബിവലിയിൽ ബി.ജെ.പിയുടെ മുന്നേറ്റം. നന്ദേഡിൽ ബി.ജെ.പിയുടെ മുന്നേറ്റം. അതായത് എവിടേക്കാണോ മറ്റുള്ളവർ ഉണ്ടായിരുന്നത് അവിടെയെല്ലാം ബി.ജെ.പി കടന്നു കയറിയിരിക്കുന്നു. പൂനെയിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ശരത് പവാറിൻ്റെ പാർട്ടിക്ക് അവർ അടിത്തൂൺ പറ്റിപ്പോകാനുള്ള കാര്യം AIMIM അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി അവിടെ നടത്തിയ ആ പ്രവർത്തനവും അവർ നടത്തിയ മുന്നേറ്റവും വോട്ട് ചോർത്തലും കൂടിയാണ് എന്ന് പറയാതിരിക്കാനാകില്ല. അവിടെ 90 സീറ്റിന്റെ ലീഡ് ബി.ജെ.പി പിടിച്ചിരിക്കുന്നു. പവാറിന്റെ പവർ പൊളിറ്റിക്സിന്റെ ഫ്യൂസ് ഊരിയിരിക്കുന്നു പൂനെയിൽ ബി.ജെ.പി. താക്കറെ ഫാമിലിയെ തകർത്തെറിഞ്ഞിരിക്കുന്നു BMCയിൽ ബി.ജെ.പി. അതായത് സമ്പൂർണ്ണ വിജയം. ബി.ജെ.പിയുടെ അശ്വമേധം മഹാരാഷ്ട്രയിൽ കാവി കൊടുങ്കാറ്റ് വീശുന്നു. മഹാരാഷ്ട്രയിലെ 29-ൽ 26 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും 122 സീറ്റ് നേടി BMC. ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ, ഏഷ്യയിൽ ഏറ്റവും അധികം ബജറ്റുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ ബി.ജെ.പി താമര കുമ്പിളിലെടുത്തിരിക്കുന്നു.
ശ്രീകാന്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ കാവി കൊടുങ്കാറ്റിൽ എല്ലാ വടവൃക്ഷങ്ങളും കടപുഴകി വീണിരിക്കുകയാണ്. ശ്രീകാന്ത്, നമുക്ക് കോൺഗ്രസിന്റെ ആ പരിതാപകരമായിട്ടുള്ള അവസ്ഥ കൂടി ഒന്ന് പ്രേക്ഷകരെ അറിയിക്കേണ്ടതാണ്. ശ്രീകാന്ത്, മറ്റൊരു കാര്യം, ഞാൻ ഇവിടെ സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെയും ആ സ്ക്രീൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിടത്ത് പോലും ഒരു മാധ്യമത്തിൽ പോലും ഈ മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് ചർച്ച ചെയ്യുന്നില്ല. BJP സഖ്യത്തിന് ഒരു വലിയ തിരിച്ചടിയുണ്ടെങ്കിൽ എല്ലാവരും സജീവമായി ചർച്ച ചെയ്തതിന് ദേശീയ മാധ്യമങ്ങളെല്ലാം ഇന്ന് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനമാണ് അവർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മലയാള മാധ്യമങ്ങളിൽ ഒരിടത്ത് പോലും മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യുന്നില്ല. എന്തുകൊണ്ട് എന്നുകൂടി ഒന്ന് പറയുക ശ്രീകാന്ത്. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിലുള്ള മഹാവികാസ് അഘാഡി സഖ്യം, അത് കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമാണ്. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ വെറും 10 സീറ്റ്, അതോടൊപ്പം അവരുടെ ഉള്ളംകൈയിലൊക്കെ ഉണ്ടായിരുന്ന നാഗ്പൂരിൽ വെറും 26 സീറ്റ്, നന്ദേഡിലൊക്കെ തന്നെ തകർന്ന തരിപ്പണമാകുന്ന അവസ്ഥ. അതായത് ഒരുമാതിരിപ്പെട്ട 29-ൽ ഒരൊറ്റ സ്ഥലത്ത് പോലും കോൺഗ്രസിന് സ്വന്തം നിലയിൽ കയറി വരാൻ സാധിക്കാത്ത അവസ്ഥ. പിന്നെ സ്വാഭാവികമായും അത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല, മഹാരാഷ്ട്രയിലെമ്പാടും ഇതുപോലൊരു വിജയം ഒരു മാധ്യമ സ്ഥാപനവും, കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ ഒരു പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. BMCയിൽ അവർ ഒരിക്കലും ശിവസേനയില്ലാത്തൊരു BMCയെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഒരു പക്ഷേ അത് മാധ്യമങ്ങൾക്കെന്നല്ല രാഷ്ട്രീയ വിശാരദന്മാർക്ക് പോലും സാധിക്കുമായിരുന്നില്ല. അവിടെയാണ് BJPയുടെ ഈ വിജയം. അനിൽ നമ്പ്യാർ, ഒരു കാര്യം അതോടൊപ്പം ചേർത്ത് പറയാം. എന്തിന് ജനം TV എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ്. കേരളത്തിൽ ഒരൊറ്റ മാധ്യമ സ്ഥാപനം പോലും ഇത് കാണിച്ചില്ലെങ്കിലും ജനം TV ഉണ്ട്. ജനം TVയിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് ദേശീയ വാർത്തകൾ, ഈ തെരഞ്ഞെടുപ്പ് വാർത്തകൾ തത്സമയം കാണാം, അതിൻ്റെ അപ്ഡേഷൻ കാണാം. എന്തിന് ജനം TV എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഇന്നത്തെ ഈ ദിവസം. ശ്രീകാന്ത്, ഞാൻ തിരിച്ചു വരാം. BJP വക്താവ് PR ശിവശങ്കർ ചേരുന്നു. PR ശിവശങ്കർ, മഹാരാഷ്ട്രയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP തരംഗമാണ്. 29-ൽ 26 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും BJP സഖ്യം വ്യക്തമായ ശക്തമായ മേധാവിത്വം തുടരുകയാണ്. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ BMCയിലും കാവി തരംഗം 100 കടന്ന് മഹായുതി ലീഡ് ചെയ്യുന്നു. ഉദ്ധവ് ശിവസേന കോട്ടകൾ തകർന്ന് അടിഞ്ഞിരിക്കുന്നു. ശിവശങ്കർ എങ്ങനെ വിലയിരുത്തുന്നു ഈ മുന്നേറ്റത്തെ? അനിൽ, ഞാൻ ഇതിൽ വലിയ അത്ഭുതങ്ങളൊന്നും കാണുന്നില്ല. ഇത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഭാരതം എങ്ങനെ ചിന്തിക്കുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളും പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നു. അത് ജാതി മത വർഗീയ കക്ഷികൾക്ക് അതീതമായി, അല്ലെങ്കിൽ ഇന്ത്യയെ തകർക്കുന്ന കോൺഗ്രസിന്റെ നയങ്ങൾക്ക് അതീതമായി ഈ രാജ്യത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന എല്ലാവരും ഇന്ന് BJP അല്ലെങ്കിൽ NDA സഖ്യകക്ഷികൾക്ക് അനുകൂലമായിട്ടാണ് ചിന്തിക്കുന്നത്. നരേന്ദ്രമോദിയുടെ വികസനത്തിന് അനുകൂലമായിട്ടാണ് ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇന്ന് ഇന്ത്യയിലെ വികസിത അല്ലെങ്കിൽ നമുക്ക് വിദ്യാസമ്പന്നരായ അല്ലെങ്കിൽ ഒരു കൂട്ടം സിറ്റി ഓറിയന്റഡ് ജനങ്ങൾ അത് കൂടുതൽ BJPക്ക് അനുകൂലമായി, BJPയുടെ വികസന അജണ്ടയ്ക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു, ചിന്തിക്കുന്നു, വോട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ മഹാരാഷ്ട്രയിലെ സാമ്പത്തികമായി ഉയർന്ന അല്ലെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസമായി ഉന്നതിയിലുള്ള ആളുകൾ മത വർഗീയ ചിന്തകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് BJPക്ക് അനുകൂലമായി ഒരുപക്ഷെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത പല ഭാഗങ്ങളിൽ പോലും ശിവസേനയും അതേപോലെ തന്നെ താക്കറയുടെ ഒക്കെ കൺട്രോളിൽ ഇരുന്നിരുന്ന 40 വർഷമായി കൺട്രോളിൽ ഇരുന്നിരുന്ന പല സ്ഥലങ്ങളും, അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം മെജോറിറ്റിയുള്ള പല മണ്ഡലങ്ങളിൽ പോലും ഇന്ന് BJPക്ക് വളരെ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു. ന്യൂനപക്ഷങ്ങളും BJPയുടെ വികസന അജണ്ടയ്ക്ക് അനുകൂലമായി ചിന്തിക്കുന്നു, വോട്ട് ചെയ്യുന്നു. ഇതൊരു ശുഭകരമായ തുടക്കമാണ്. മഹാരാഷ്ട്രയിൽ അല്ലെങ്കിൽ ബോംബെയിൽ നമ്മൾ നിരന്തരമായി കണ്ടുവരുന്നിരുന്ന വർഗീയ സംഘടനകളിൽ നിന്നൊക്കെ മാറി
ജനങ്ങൾ വികസനത്തിന് അനുകൂലമായി ചിന്തിക്കുന്നു, BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്നു എന്നുള്ളത് ഈ രാജ്യത്തിന്റെ പുരോഗതിയെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു വലിയ വിജയമായി ഈ നാളത്തെ ചരിത്രം രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. യെസ്, ശിവശങ്കർ, നോക്കൂ, മുംബൈ, പൂനെ, നാഗ്പൂർ ഇവിടങ്ങളിലെല്ലാം മലയാളികളുടെ പ്രാതിനിധ്യം വലിയ തരത്തിൽ, മാത്രമല്ല ഈ കല്യാൺ അതുപോലെ ഡോംബിവില്ലി മേഖലകളിലൊക്കെ ഏറ്റവും മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ്. അവിടുത്തെ മലയാളികൾ വികസനത്തിന് അനുകൂലമായി ചിന്തിക്കുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എങ്കിലും മുംബൈയിലുള്ള മലയാളികളുടെ ആ സമാന ചിന്താഗതിയിലേക്ക് കേരളത്തിലെ മലയാളികൾ എത്തിച്ചേരുമോ? PR ശിവശങ്കർ. ഞാനതില് പത്രദൃശ്യ മാധ്യമങ്ങളെയാണ് കുറ്റം പറയുക. കാരണം കേരളത്തിലെ മനുഷ്യരുടെ മനസ്സ് രൂപപ്പെടുത്തുന്നതിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അവരൊരു ജനം TV ഒഴിച്ചിട്ട് ഈ വാർത്ത പോലും ഇപ്പൊ കൊടുക്കുന്നില്ല. അവർക്ക് മറ്റു പല വാർത്തകളുമാണ് ഇന്ന് പ്രാധാന്യം. അതുകൊണ്ട് കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങൾ നിരന്തരമായി BJP വിരുദ്ധ, നരേന്ദ്രമോദി വിരുദ്ധ, RSS വിരുദ്ധ ലേഖനങ്ങൾ അല്ലെങ്കിൽ ഒരു വാർത്തകൾ കൊടുത്ത് ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനെ തീർച്ചയായും മറ്റൊരു രീതിയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പൊ നോക്കൂ, ഞാനൊരു ഉദാഹരണം, എനിക്ക് അല്പം സമയം കിട്ടുമെങ്കിൽ ഒരു ഉദാഹരണം നോക്കൂ. ഇപ്പൊ ഈ കുട്ടികളുടെ കലോത്സവത്തിൽ അവർ നയിക്കുന്നത് ഗാസയിലെ കൂട്ടക്കുരുതിയെ കുറിച്ചിട്ട് വലിയ നാടകം. ആ നാടകത്തെക്കുറിച്ച് മിക്കവാറും എല്ലാ ചാനലുകൾ വലിയ രീതിയിലുള്ള പ്രചരണം. ഗാസയിലെ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ കൂട്ടക്കുരുതികൾ, കുട്ടികൾ മരിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങ് ബംഗ്ലാദേശിലായാലും മറ്റ് സിറിയയിലായാലും മറ്റ് രാജ്യങ്ങളിൽ, ലോകരാജ്യങ്ങളിലെല്ലാം നടക്കുന്ന കൊലപാതകങ്ങളെ എല്ലാം ചെറുതാക്കി കണ്ടുകൊണ്ട് ഗാസയിൽ മാത്രമാണ് ചെറിയ രീതിയിലുള്ള ഒരു വർഗത്തിനെ കൊന്നൊടുക്കുന്നത് എന്ന രീതിയിലുള്ള പ്രചരണം, ആ പ്രചരണത്തിനെയാണ് നിങ്ങൾ ഇവിടെ പത്രദൃശ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അനിൽ നമ്പ്യാരുടെ സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് നിങ്ങളെയൊക്കെ എല്ലാവരും സുഹൃത്തുക്കളാണ്. PR ശിവശങ്കർ, എനിക്ക് ശത്രുക്കളില്ല. അല്ല, എന്നാലും അത്തരത്തിലുള്ള പത്രദൃശ്യ മാധ്യമങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒരു പരിധിവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലും ഇവിടുത്തെ BJP, നരേന്ദ്രമോദി ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ വികസനത്തിന്റെ രാഷ്ട്രീയത്തെ കുറച്ച് കാണുന്നതിലും ഇവിടുത്തെ ജനങ്ങളെ ഇവർ ഒരു മോൾഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ അങ്ങനെ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ആ ട്രാക്കിൽ നിന്നൊക്കെ അവർ മാറും. എനിക്ക് ഉറപ്പുണ്ട്. കേരളത്തിലെ മലയാളികളും വികസനത്തിന് അനുകൂലമായി, നരേന്ദ്രമോദിയുടെ വികസനത്തിന് അനുകൂലമായി, BJPയുടെ ഒരു വികസന അജണ്ടയ്ക്ക് അനുകൂലമായി പുതിയ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്ന വികസിത കേരളം എന്നുള്ള ഒരു മുദ്രാവാക്യത്തിന് അനുകൂലമായി ചിന്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, വളരെയധികം നന്ദി PR ശിവശങ്കർ പ്രതികരിച്ചതിന്. നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 23-ാം തീയതി ജനുവരി 23-ന് തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. കോടികളുടെ പ്രഖ്യാപനങ്ങൾ, കോടികളുടെ പദ്ധതികൾ, പ്രഖ്യാപനങ്ങൾ എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞതുപോലെ, താങ്കൾ പ്രത്യാശിക്കുന്നത് പോലെ, ഞങ്ങൾ പ്രത്യാശിക്കുന്ന പോലെ ഒരുപക്ഷെ മാറ്റത്തെക്കുറിച്ച് മലയാളികളും കേരളത്തിലെ മലയാളികളും ചിന്തിച്ചു തുടങ്ങും. അങ്ങനെ തന്നെ കരുതാം.